ശരി, ശ്രീ ബി റജി, ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുറത്തു വന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം, മുരളീധരൻ വിമർശിച്ചു, ശബരിനാഥ് ചില പാളീച്ചകൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം കാര്യമായി പാർട്ടിയുടെ ഒരു വിമർശനം ഇവർക്കെതിരെ ഉണ്ടായില്ല. ഒന്നോ രണ്ടോ നേതാക്കൾ മാത്രമാണ് നോ കമന്റ്സ് എന്നാണ് വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ശബരിനാഥിനെ ഒതുക്കാൻ രാഹുൽ മാങ്കൂട്ടം ടീം നടത്തുന്ന കളിയുടെ ഭാഗമാണ് ഇത് എന്നൊക്കെയാണ്. അങ്ങനെ രാഷ്ട്രീയ നിറം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വല്ലാതെ പകരുന്നുണ്ട്. ഇതില് യഥാർത്ഥത്തിലുള്ള വസ്തുത, ഞാൻ എന്റെ 30 വർഷത്തെ സെക്രട്ടേറിയറ്റ് സർവീസിനിടയിൽ ഇത്തരത്തിൽ സ്തുതി പാഠകരായിട്ടുള്ള കുറെ IAS ഉദ്യോഗസ്ഥരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഒരു സ്തുതി പാഠകം തന്നെയാണ്. അതായത് സ്തുതി പാഠനത്തിൽ അതിൽ ആനന്ദിച്ച് ആർമാദിക്കുന്ന ഭരണകൂടത്തിനൊപ്പം നിന്നുകൊണ്ട് എന്തെങ്കിലും തനിക്ക് വന്നു ചേരാൻ കഴിയുമെങ്കിൽ അതിന് ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. കുറച്ചു നാളിന് മുമ്പ് നമ്മൾ കണ്ടില്ലേ, ഒരു പൂവത്തൂർ ചിത്രസേനൻ മുഖ്യമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ട് പാട്ടുപാടിയത് കണ്ടില്ലേ? ഇവിടെ ഈ IAS ഓഫീസർ, ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥയായ ദിവ്യ.എസ്. അയ്യർ സത്യപ്രതിജ്ഞ ചെയ്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ പരിഗണന കൂടാതെ നിഷ്പക്ഷമായി തന്റെ കർത്തവ്യം നിർവഹിക്കും എന്ന് പൊതുജന സമക്ഷം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവര് അധികാര സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത്. ഇനിയും എത്രയോ വർഷം നിരവധി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ളവരുമാണ് അവര്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലെ നമ്മൾ പരിശോധിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില വിലക്കുകളുണ്ട്. സാധാരണ ജനത്തെ പോലെ, സാധാരണ ഒരു പൗരനെ പോലെ അവർക്ക് പ്രവർത്തിക്കുവാൻ അവരുടെ സർവീസ് ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. നോക്കൂ, കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഏതാണ്ട് 100-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ ഇട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇവിടെ കെ രാഗേഷ് ഔദ്യോഗികമായ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പരസ്യമായി അദ്ദേഹത്തിനെ അനുമോദിക്കുന്നതിൽ ഒരു തെറ്റ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. പക്ഷെ ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവായ ജി കാർത്തികേയന്റെ മരുമകളും കോൺഗ്രസിന്റെ നേതാവായ ശ്രീ ശബരിനാഥന്റെ പത്നിയുമായ ദിവ്യ.എസ്. അയ്യർ കോൺഗ്രസ് ശക്തിയുക്തം എതിർക്കുന്ന മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിക്കുന്ന രാഗേഷിന് അനുകൂലമായി വാഴ്ത്തുപാട്ടും സ്തുതിപാഠകത്വവും നടത്തുമ്പോഴാണ് കോൺഗ്രസ് വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും അമർഷം തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അമർഷം ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ മുഖ്യമന്ത്രി നോക്കൂ, ആ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാപ്രവർത്തകർ 63 ദിവസമായി സമരം ചെയ്യുകയാണ്. ആ സമരം ഒത്തുതീർപ്പാക്കാൻ എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് സെക്രട്ടറി ശ്രമിച്ചില്ല? അതുപോലെ മണ്ണ് തിന്ന കുറെ CPO ഉദ്യോഗസ്ഥന്മാർ 1 വർഷത്തിന് മുമ്പ് അവിടെ സമരം ചെയ്തു. അവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് സെക്രട്ടറി ശ്രമിച്ചില്ല? ഇവിടെ അതുപോലെ ആശാപ്രവർത്തകരുടെ മാത്രമല്ല, ഈ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിന്റെ പത്നിയെ സർവീസ് ചട്ടം ലംഘിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചതിനെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഇല്ലേ? അത് മാത്രമല്ല, ഏറ്റവും റീസെന്റ് ആയിട്ട് പോലീസ് സർവീസിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു ആരോപണം ഈ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയുമുണ്ട്. മാത്രമല്ല, കോൺഗ്രസുകാർ എപ്പോഴും ആരോപിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഉപജാപക സംഘം എന്ന് പറയപ്പെടുന്നതിന്റെ ഒരു പങ്കാളി കൂടിയല്ലേ അദ്ദേഹം? അപ്പൊ ആ മനുഷ്യനെ വാഴ്ത്തിപ്പാട്ടുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ ലഭ്യമാകട്ടെ എന്നുള്ള ചിന്തയോടുകൂടി കേരളത്തിലെ 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മനോവികാരത്തെ വിഷമിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു പരസ്യമായ പോസ്റ്റ് ഇടുമ്പോൾ അതിനെതിരെ സ്വാഭാവികമായി വിമർശനം ഉണ്ടാകും. ഇവിടെ നേരത്തെ നമ്മുടെ പാനലിസ്റ്റ് സംസാരിച്ചതുപോലെ ആ ദിവ്യ.എസ്. അയ്യർക്ക് ആത്മാർത്ഥമായി ശ്രീ കെ രാഗേഷിനെ അഭിനന്ദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കത്ത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന്റെ നന്മയും അല്ലെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം അഭിനന്ദനത്തെ സംശയാസ്പദമായി കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കൾ കാണുന്നത് എന്നുള്ളതാണ്. തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.